ഹലോ ഗായ്സ്, ഞാനിന്നിവിടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉള്ളി തക്കാളി റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ നമുക്ക് പിന്നെ കുറച്ചും കൂടെ ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ ഒരു കടുക് പൊട്ടിക്കാനും ഉള്ളി വഴറ്റാനും ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പം വെളിച്ചെണ്ണയിലേക്ക് നമുക്കിനി കടുക് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് കടുക് ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർക്കാം. ഞാൻ കുറച്ചും കൂടെ കടുക് ചേർക്കാം, എനിക്ക് കടുക് ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കടുക് ചേർക്കുക. ഇനി കടുക് നല്ലോണം പൊട്ടണം. ഇത് നല്ല ഒരു കറി തന്നെയാണ്. എന്തിൻ്റെ കൂടെ ഞാൻ രാത്രിയിൽ ഗോതമ്പിൻ്റെ റൊട്ടി പോലെ ചുട്ടെടുക്കുന്നതാണ്. അതും ഈ ഉള്ളി തക്കാളി റോസ്റ്റും കൂടാണ്. നല്ല അടിപൊളി കോംബോയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയില്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നല്ലതാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എന്നാലും ചോറിൻ്റെ കൂടെ അടിപൊളി ഒരു കോംബോയാണ്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടുന്നുണ്ട്. നമ്മുടെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു സവാളയും പച്ചമുളകും, ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുള്ളൂ, ഒരു സവാളയും പച്ചമുളകും കൂടെ അധികം കനം ഇല്ലാതെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അതിട്ട് നമുക്ക് നല്ലോണം വഴറ്റാം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇനി നമുക്ക് സവാള നല്ലോണം വഴലാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് സവാള വഴലാൻ വേണ്ടി ചേർക്കുന്നതാണ്. ബാക്കി ഉപ്പ് നമ്മൾ പിന്നീട് ചേർക്കും. ഇനി നമുക്കിതുപോലെ നല്ലോണം വഴറ്റിയെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടിയിൽ പിടിക്കുമെന്നൊന്നും പേടിക്കേണ്ട. കുറേ കഴിയുമ്പോഴത്തേക്ക് സവാളയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വരുന്നത് കൊണ്ട് തന്നെ അടിയിലൊന്നും ഇപ്പോഴേ പിടിക്കത്തില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം സവാള നല്ല രീതിയിൽ വഴറ്റി തന്നെ എടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് വഴണ്ട് വന്ന ഈ സവാളയിലോട്ട് നമുക്ക് ഒരു തക്കാളി, ഞാനിവിടെ ഒരു നല്ലോണം പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പം നല്ലപോലെ പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാൻ നോക്കണം. അപ്പോൾ നമുക്ക് തക്കാളിയും ചേർത്ത് നല്ലോണം വഴറ്റാം. ഇനി ഇത് രണ്ടും നല്ലോണം വഴന്ന് കിട്ടണം നമുക്ക്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഞാൻ അളവൊന്നും പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ലോണം വഴറ്റണം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്ന കറിയല്ല. നമുക്ക് പെട്ടെന്ന് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒന്നും കറിയില്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം മൂപ്പിച്ചിട്ട് ഞാനിപ്പം ഉള്ളിയും തക്കാളിയും എല്ലാം രണ്ട് സൈഡിലോട്ട് മാറ്റിയിട്ട് നടുക്കാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനിയാണ് നമ്മൾ ബാക്കി വേണ്ട വെളിച്ചെണ്ണ നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. അപ്പം ഈ പൊടിയൊന്ന് മൂക്കാൻ വേണ്ടി നമുക്ക് ആ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ നമ്മൾ നല്ലോണം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കയറി അങ്ങ് കരിഞ്ഞു പോവും. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഉള്ളിയും തക്കാളിയും മിക്സ് ആ മുളക് പൊടിയുടെ പുറത്തോട്ട് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം നമ്മൾ ഇളക്കാതെ വെക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് അടച്ച് വേണമെങ്കിൽ വെക്കാം, ഞാൻ അടച്ച് വെക്കുന്നില്ല. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യാം നല്ലോണം. ഇനി ഈ തക്കാളിയും ഉള്ളിയും ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ആവുന്ന വിധത്തിൽ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ ഇളക്കിലാണ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ എത്രത്തോളം നല്ലോണം ഇളക്കി കൊടുക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ലോണം ഇളക്കി ഒരു
തീരെ വെള്ളം വറ്റിച്ചെടുക്കുകയല്ല, എന്നാൽ ഒരു വെള്ളത്തിൻ്റെ മയം, വെള്ളം തോനെ ഉണ്ടെന്നല്ല, വെള്ളത്തിൻ്റെ ഒരു മയം പോലെ ഈ ഒരു പരുവം വരെ നമ്മൾ അത്യാവശ്യം ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലോണം വരുന്നത്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള